ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സ് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു, മൈൻഡ് ചെയ്യുന്നില്ല, തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണ്, വഴക്കിടുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരുമായിട്ട് വഴക്കിടാതിരിക്കുക. വഴക്ക് മീൻസ് ആർഗ്യൂ ചെയ്യാതിരിക്കുക, ഒരു കാര്യത്തെ പറ്റിയിട്ടും വാദിക്കാതിരിക്കുക. നീ ചെയ്തതാണ് തെറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് തെറ്റ്, എന്തായിക്കോട്ടെ, നിങ്ങളത് വാദിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് പകരം നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ സോറി പറയാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. മാപ്പ് പറയുക, അവിടെ ഒരു കുറച്ചിലും വിചാരിക്കേണ്ട, മാപ്പ് പറയുക. ഓക്കെ, അപ്പൊ ആർഗ്യൂ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ മാപ്പ് പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ബെഗ് ചെയ്യരുത് എന്നുള്ളതാണ്. ബെഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എന്നെ സ്നേഹിക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൈയും കാലും പിടിക്കുന്ന രീതിയിൽ, ഒരു സെൽഫ് റെസ്പെക്റ്റും ഇല്ലാത്ത രീതിയിൽ അവരുടെ കാല് പിടിക്കുക, അവരുടെ പുറകെ പോവുക, അവരുടെ ഫ്രണ്ട്സിനെ കാണുക, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണുക, നാട് മുഴുക്കെ ഇത് കൊട്ടി ആഘോഷിക്കുക. എല്ലാവരോടും പറയുക, എല്ലാവരോടത്തും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് സോൾവ് ചെയ്ത് തരണം എന്ന് പറയുക. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, ഒരിക്കലും ബെഗ് ചെയ്യാതിരിക്കുക. ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും കളയരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം, സോറി പറയുക. ഓക്കെ, ദെൻ എന്നിട്ടും പ്രോബ്ലംസ് ഒന്നും സോൾവ് ആവുന്നില്ല, വീണ്ടും ഇഷ്യൂലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നോ കോണ്ടാക്ട്. അത് അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുക തന്നെ ചെയ്യണം. നോ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുക. കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ ഒന്നും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലോ ഒന്നും പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കംപ്ലീറ്റ് നോ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. മിനിമം ഒരു 30 days എങ്കിലും യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. നിങ്ങൾ ആ സമയത്ത് അങ്ങോട്ട് ചേസ് ചെയ്യരുത്. യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ തിങ്സ്. നിങ്ങളുടെ കാര്യങ്ങളിലാണ് നിങ്ങൾ ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, കൂടുതൽ ബിസി ആവുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നോ കോണ്ടാക്റ്റിൽ യാതൊരു വിധത്തിലും കോണ്ടാക്റ്റ് വെക്കരുത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഫീലിംഗ് വരും, നിങ്ങൾ എവിടെയാണെന്ന് അറിയത്തില്ല, അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, നിങ്ങളുടെ യാതൊരു വിധത്തിലുള്ള അനക്കവും കാണുന്നില്ല, അവിടെ മിസ്സിങ് ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു വ്യക്തിയുടെ പ്രസൻസ് തീരെ ഇല്ലാണ്ടാവുമ്പോൾ മിസ്സിങ് വരാൻ തുടങ്ങും. അങ്ങനെ ആ മിസ്സിങ് ഫീലിംഗ് തോട്ട് വന്ന് കുറച്ച് തോട്ടുകൾ വരുമ്പോഴേക്കും അത് വീണ്ടും ഓവർ തിങ്കിങ് ആയി മാറി, അങ്ങനെ പഴയ കാലങ്ങളൊക്കെ ആലോചിച്ച് പതിയെ അവരുടെ ആ ഒരു ദേഷ്യമോ പകയോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവോ അത് പതിയെ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ പുള്ളിയുടെ മനസ്സ്, അഥവാ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്താ പറയുക, ഒന്നായാൽ കൊള്ളാം എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് വരികയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോവാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് നോ കോണ്ടാക്ട് തന്നെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം എടുത്തു പറയുന്നത്, നിങ്ങൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അവരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാനുള്ള കുറച്ച് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അഥവാ വിത്തിൻ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടും. പെട്ടെന്ന് പാച്ചപ്പ് ആക്കാനും പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾ കൂടുതൽ ടെക്നിക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കറക്റ്റായിട്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ്. അഥവാ ഈ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിൽ നമുക്കൊരു 21 ദിവസത്തെ ഗൈഡൻസ് ആണ് വരുന്നത്. പേഴ്സണൽ ഗൈഡൻസ് ആണ്. ഞാൻ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ നൽകുന്ന ഒരു ഗൈഡൻസ്. അപ്പോൾ അതിൽ എൻ്റെ വോയിസ് ആയിരിക്കും, എൻ്റെ ക്ലാസ്സുകളായിരിക്കും, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ കോഴ്സ് എന്നല്ല, നമുക്കിതിനൊരു ഗൈഡൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് പറയാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മിസ്സിങ് ഉണ്ടാവുന്നു, അവർക്ക് നിങ്ങളെ കാണണം എന്ന് തോന്നുന്നു, നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് വരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ് ഞാൻ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടെക്നിക്കല്ല നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ 21 ദിവസങ്ങളിലായിട്ട് പല ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു ടെക്നിക്ക് നമുക്ക് വർക്കൗട്ട് ആവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ടെക്നിക്ക് ചില ആളുകൾക്ക് വർക്ക് ആവത്തില്ല. കാരണം മനുഷ്യരെന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഏത് ടൈപ്പ് ആണെങ്കിലും, ഓഡിറ്ററി ആണെങ്കിലും വിഷണറി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന തരത്തിലാണ് അതിൽ ഓരോ ടെക്നിക്കുകളും
ചെയ്തു വെച്ചിട്ടുള്ളത്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. സോ കറക്റ്റ് ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുക. 21 ദിവസം മെനക്കെടണം. രാവിലെയും വൈകുന്നേരം ഒരു 15 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്ന റിസൾട്ട് 100% ആണ്. അങ്ങനെ 21 ദിവസം കുറച്ച് ടൈം മാറ്റി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് പാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലോട്ട് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക, പെട്ടെന്ന് പാച്ചപ്പ് ചെയ്യുക. ഹാപ്പി ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാലും മതി. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.